ഇലക്ട്രിക് വണ്ടികൾ സത്യത്തിലേ പണി വളരെ കുറച്ചിട്ടുണ്ട് കേട്ടോ. നമസ്കാരം. എടപ്പള്ളി കഴിഞ്ഞിട്ടേ വൈറ്റിലേക്ക് പോകുമ്പോൾ കൊച്ചിയിൽ വലതുവശത്തായിട്ട് ഒരു ഇലക്ട്രിക് 3 വീലറിൻ്റെ ഷോറൂം ഉണ്ടാവും. ഇലക്ട്രിക് 3 വീലർ മോണ്ട്ര എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു രസികൻ മോണ്ട്രയുടെ അപ്പുറത്ത് ഒരു കാർ ഇട്ടിട്ട് കമോണ്ട്ര എന്നാക്കിയ വണ്ടി നമ്മൾ കണ്ടു. ആ വണ്ടി അല്ലെങ്കിൽ ആ കമ്പനി എന്ന് പറയുന്നത് ചെന്നൈ ബേസ്ഡ് കമ്പനിയാണ്. ചെന്നൈ ബേസ്ഡ് കമ്പനിയുടെ കാര്യം പറയുമ്പോൾ മുരുകപ്പ ഗ്രൂപ്പിൻ്റെ കീഴിലാണ് കമ്പനി. അവരുടെ മറ്റൊരു കമ്പനി ചോളമണ്ഡലം ഫിനാൻസ് ആണ്. ഓക്കെ, അവരുടെ ഏറ്റവും പുതിയ കമേഴ്ഷ്യൽ വെഹിക്കിളാണിത്. ഏവിയേറ്റർ അല്ല, EVയേറ്റർ. ഈ പേര് സൂചിപ്പിക്കും പോലെ ഇത് EV ആണ്. അപ്പോൾ ഈ വണ്ടിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഈ പ്രത്യേകതകളൊക്കെ തന്നെ പറയാം. വണ്ടി പ്ലാനിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഇലക്ട്രിക് വണ്ടിക്ക് വാറണ്ടി അത് ഇമ്പോർട്ടൻ്റാണ്. പക്ഷേ ഈ വണ്ടിക്ക് വാറണ്ടി മാത്രമല്ല, സർവീസ് കൂടി ഫ്രീ ആണ് എന്നുള്ളതാണ്. 7 വർഷം സർവീസ് മാത്രമല്ല, ഈവൻ വൈപ്പർ ബ്ലേഡ് അടക്കം എല്ലാം ഈ ഒരു വാറണ്ടി പെടുമെന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ 7 വർഷം അല്ലെങ്കിൽ 2.5 ലക്ഷം കിലോമീറ്ററാണ് ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നതോ 15,99,000 രൂപയിലാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് തുടങ്ങുന്നത്. ഒരു വലിയ കൊമേഴ്ഷ്യൽ വെഹിക്കിളാണ്. ക്യാബും ആ ബാക്കിലെ ഷാസിയുമായിട്ടാണ് വരിക. ബോഡി നമുക്ക് ആവശ്യാനുസരണം കെട്ടാം. ഇതിപ്പോൾ ബാക്കിലെ ഒരു പെട്ടി കെട്ടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. എന്തായാലും ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് ആദ്യം പറയാം, എന്നിട്ട് ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ പറയാം. അതിനുശേഷം വണ്ടി നമുക്ക് റോഡിലേക്ക് എടുത്ത് ഓടിക്കാം. 10 അടി 4 ഇഞ്ച് ഡക്കുള്ള ഒരു വണ്ടിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ മുൻവശം എന്ന് പറയുന്നത് ഇരട്ട ഹെഡ് ലാമ്പ് ഒരു വശത്ത് കൊടുത്തിട്ട് ബ്ലാക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഗ്രില്ല് പോലെ കൊടുത്ത് വലിയ ബമ്പർ കൊടുത്ത് ഫോഗ് ലാമ്പ് പ്രൊവിഷൻ കൊടുത്ത് നടുവിലായിട്ട് ആ ഗ്രീൻ പ്ലേറ്റും വെച്ച്, ഈ ഗ്രീനും യെല്ലോ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ ആണ്. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസോട് കൂടിയിട്ട് ഒരു വലിയ ഗ്ലാസ് ഏരിയ വെച്ച് ആ ഗ്ലാസ് ഏരിയയുടെ താഴെ ഒരു ബ്ലാക്ക് ഇൻസെർട്ടൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള ഒരു മുൻവശമാണ് ഈ വണ്ടിയുടെ എന്ന് പറയാം. അതായത് EVയേറ്ററിൻ്റെ ഈ പൈപ്പ് എന്താ, ഇത് ഗ്ലാസ് വാഷ് ചെയ്യുന്ന ആ നോസിലേക്കുള്ള ചാനലിങ്ങാണ് പൈപ്പ്. അത് കുറച്ച് പുറത്തുകൂടെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് 2 അവിടെയും കാണാം. പിന്നെ വലിയ ഗ്ലാസ് ഏരിയയാണ്. ഗ്ലാസ് ഏരിയയുടെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു പാനലുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഭാഗം എന്ന് പറയുന്നത് ആ ബാക്കിലെ കാർഗോ ബോക്സ് കെട്ടിയപ്പോൾ അതിൻ്റെ കൂടെ ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് മോണ്ട്രയുടെ ലോഗോ എന്ന് പറയുന്നത്. ഇതിൻ്റെ മുന്നിൽ മോണ്ട്ര എന്നല്ല എഴുതിയിരിക്കുന്നത്, ലോഗോയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇടാനുള്ള പ്രൊവിഷൻ ഇവിടെ ഇല്ല എന്ന് സാരം. ഇതാണ് ഇതിൻ്റെ ടോഹുക്ക്. കണ്ടോ, ഈ കാണുന്നത് ഇൻഡിക്കേറ്റർ ആട്ടോ, ഇത് ഫോഗ് ലാമ്പ് അല്ല. ഇവിടെ ഫോഗ് ലാമ്പിൻ്റെ പ്രൊവിഷൻ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. EVയേട്ടൻ്റെ EV ബ്ലൂ ആണ്. അത് EVയുടെ ആ ഒരു ഇലക്ട്രിഫൈ ചെയ്ത വണ്ടി എന്നുള്ള ഒരു കണക്കിൽ കണ്ടാൽ മതി. കണക്ട് ചെയ്തിട്ടുള്ള EV എന്നുള്ള ലെറ്ററിങ്ങും മറ്റുള്ള ഫോണ്ടൊക്കെ തന്നെയും കാണാൻ ഭംഗിയുണ്ട്. ഇതൊക്കെ തന്നെ ഇതിൻ്റെ ഒരു കൗതുകങ്ങളായിട്ട് പറയാം. ഈ വണ്ടിയുടെ ലോഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1.7 ടണ്ണാണ്. ഇപ്പോൾ മഹീന്ദ്ര ബൊലേറോ പിക്കപ്പ് കണ്ടില്ലേ 1.7 ചെയ്തിട്ടുള്ളത്. അത്രയും ഒരു വെയിറ്റ് ക്യാരി ചെയ്യാനുള്ള ഒരു പര്യാപ്തത വണ്ടിക്ക് ഉണ്ടെന്നുള്ളതാണ്. വശങ്ങളിൽ കാര്യമായിട്ട് നമുക്കൊന്നും പറയാനില്ല. മുന്നിലും പിന്നിലും പാരബോളിക് ലീഫ് സ്പ്രിങ് തന്നെയാണ്. വലിയ ടയറാണെന്ന് കാണാം. ഈ ടയർ എന്ന് പറയുന്നത് 15 ഇഞ്ച് LT ടയേഴ്സാണ്. ഇതിൻ്റെ മുന്നിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കും തന്നെയാണ്. പിന്നെ ഷാസി നിങ്ങൾക്ക് ഇവിടെ കാണാം, വലിയ ഷാസിയാണ്. ഈ ഷാസിയുടെ അടിയിൽ അവർ ആ ബാറ്ററി മൗണ്ട് ചെയ്തുണ്ടോ, ഇതാണ് ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. ഇതൊരു സാധാരണ ബാറ്ററി അല്ല, JM ഓട്ടോമോട്ടീവ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ടാകുന്ന HV ബാറ്ററി പാക്കാണ്. ഈ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് 40 കിലോവാട്ട് ആണെന്നുള്ളതാണ്. അപ്പോൾ 40 കിലോവാട്ട് ബാറ്ററി ഉള്ള ഈ വണ്ടിക്ക് എത്ര റേഞ്ച് ഉണ്ട് ഒരു ഫുൾ ചാർജിൽ? അങ്ങനെ പറയുമ്പോൾ ഈ വണ്ടിയുടെ ഫുൾ ചാർജിന് റേഞ്ച് എഴുതിയിട്ടുണ്ട്. ഈ റേഞ്ച് എന്ന് പറയുന്നത് 245 കിലോമീറ്ററാണ്. ഈ റേഞ്ച് മാത്രമല്ല അതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ കൂടെ ഈ വണ്ടിക്ക് 77 മിനിറ്റിൽ ഫുള്ളായിട്ട് ഫാസ്റ്റ് ചാർജ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൂടിയുണ്ട്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ വെഹിക്കിളാണ്, 240 കിലോമീറ്റർ ഓടണം. തിരിച്ചു വരണമെങ്കിൽ ഒരു 1.5 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്തിട്ട് തിരിച്ചു വരാനുള്ള ഗുണം കാണാം. ഇവിടെ പിന്നിലായിട്ട് മോട്ടറുണ്ട്. ഇതിൻ്റെ പിന്നിലെ മോട്ടർ എന്ന് പറയുമ്പോൾ ഇത് റിയർ വീൽ ഡ്രൈവ് വണ്ടിയാണ്. ആ ഓറഞ്ച് കേബിളൊക്കെ കണ്ടോ, ആ ഓറഞ്ച് കേബിളൊക്കെ തന്നെയും പവർ കേബിളുകളാണ്. ഇവിടെ പിന്നിലായിട്ട് അവർ ആ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ താഴെ ആ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട്. ഞാൻ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞ് വെറുതെ അല്ല, അത് കാണിക്കാൻ വേണ്ടിയാണ് 2 ചാർജിങ് പോർട്ട് കണ്ടില്ലേ, DC AC ഫാസ്റ്റ് ചാർജിങ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ 77 മിനിറ്റ് ഫുൾ ചാർജ് ആവുമെന്ന് പറയുന്നത്. 40 കിലോവാട്ട് അവറാണ്. കിലോവാട്ട് അവറും ആ റിസീവിങ് കപ്പാസിറ്റിയും കൂടി കണക്കൂടി നോക്കുമോ, അപ്പോൾ ഏറെക്കുറെ ആ രൂപം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഷാസിയും അല്ലെങ്കിൽ ഈ ഫ്രണ്ട് ക്യാബിനെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ബോഡി എങ്ങനെ വന്ന് ഇത് കെട്ടിയേക്കുന്ന ബോഡിയാണ്. ഏറെക്കുറെ 3 ലക്ഷം രൂപയ്ക്കുള്ളതാണ് ഈ ബോഡി കെട്ടാനുള്ള ചാർജ് എന്ന് പറയുന്നത്. തേർഡ് പാർട്ടികൾ കെട്ടുന്നുണ്ട്, ഫാക്ടറി തന്നെ ചെയ്യുന്നുണ്ട്. ഇത് അലുമിനിയം ബോഡിയാണ്. ഓക്കെ, ഈ ബോഡിയുടെ കാര്യം പറയുമ്പോൾ ഇത് തുറക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ ഈസിയാണ്. നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു അലുമിനിയം ബോഡിയുടെ ഒരു ഫിനിഷിങ് കാര്യങ്ങൾ കാണാൻ പറ്റും.
പിന്നെ ഷാസിയിലുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഈ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്, ക്ലിയർ ലെൻസ് ആയിട്ടുള്ള ലൈറ്റ്സ് കാണാം. ഈ സ്റ്റെപ്പൊക്കെ ഈ ബോഡിയുടെ ഭാഗം കേട്ടോ. സ്പെയർ വീൽ വെച്ചിട്ടുണ്ട് പിന്നിൽ ആ താഴെയായിട്ടാണ്. ഇതാണ് എൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഷാസിയുടെ കാര്യം എന്ന് പറയുന്നത്. ഈ പാർക്കിംഗ് സെൻസർ വെക്കാൻ വേണ്ടി എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന ഈ പീസൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് നമ്പർ പ്ലേറ്റ് ആണ്, അതുപോലെ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇത്രയും ലളിതമാണ് ഇതിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത്. പക്ഷേ അപ്പോൾ ഇത്രയും ലളിതമായ രൂപത്തിനകത്ത് കാര്യമായിട്ട് ലോഡ് എടുക്കുന്ന ഒരു മോട്ടറും ബാറ്ററിയും പാക്ക് ഉണ്ട് എന്നുള്ളതാണ്. EV ആയിട്ടാണ് 2 വേരിയൻ്റാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് E350L എന്നാണ്, മറ്റത് എക്സ്, എല്ലും എക്സും ആണ് 2 വേരിയൻറ്റ്. അപ്പോൾ ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 80 കിലോവാട്ടാണ്, എന്ന് വെച്ചാൽ ഏറെക്കുറെ 110 HP ഉണ്ട്. പിന്നെ 300 Nm ടോർക്കും ഉണ്ട്. പവർ ഫിഗറുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നില്ല. അതെ, നല്ല പവറുള്ള വണ്ടിയാണിത്. ഇതിന് ഒരു ഡെഡ് പാഡിലൂടെ കൊടുത്തിട്ടുണ്ട്, കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ്. പിന്നെ ഇതിൻ്റെ എക്സ് മോഡലിന് AC ഉണ്ട്. ഈ വണ്ടിയിലത് AC ഇല്ല, അത് ബേസ് മോഡലാണ്. പൂട്ടാവുന്ന അല്ലെങ്കിൽ പൂട്ടി വയ്ക്കാവുന്ന ഒരു ഗ്ലോ ബോക്സ് കാണാം. അപ്പോൾ ചവിട്ടി കയറാൻ ബുദ്ധിമുട്ടില്ല. താറിലൊക്കെ ഉണ്ടാവില്ല, പിടി കൊടുത്തിട്ടുണ്ട്. ഈ പിടി പിടിച്ച് ഈ സ്റ്റെപ്പ് ചവിട്ടി നമുക്ക് അകത്ത് കയറി അങ്ങ് ഇരിക്കാം. അകത്ത് കയറി ഇരുന്ന് കഴിയുമ്പോൾ ആ ഡോറിൽ നോക്കിയേ ഒരു വലിയ ബോട്ടിൽ ഹോൾഡർ കാണാം. പിന്നെ ആ ഡോർ ഹാൻഡിലിൽ മോണ്ട്രയുടെ ബാഡ്ജിങ് ചെയ്ത് ഭംഗിയായിട്ടുണ്ട്. അവിടെ ചെറിയ കമ്പി ഹോളൊക്കെ കാണുന്നുണ്ട്. പവർ വിൻഡോ അല്ല, സാധാ വിൻഡോ ആണ്. ഓക്കെ, ഈ ഗ്ലോ ബോക്സ് ഉണ്ടോ, ഇത് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. വലിയ ഗ്ലോ ബോക്സ് ആണ്. ഈ ഡാഷ്ബോർഡൊക്കെ തന്നെയും ഒരിത്തിരി പ്രീമിയം ആയിട്ട് തോന്നി. അതായത് പ്ലാസ്റ്റിക്കൊക്കെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സ്റ്റാൻഡേർഡ് തന്നെയാണ്. പിന്നെ ഇവിടെ കണ്ടോ ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഷിഫ്റ്റർ ആട്ടോ. ഒരു ലാഗും ഇല്ലാതെ ക്വിക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സർക്കുലർ ഷിഫ്റ്ററാണ് ഈ വണ്ടിക്കുള്ളത്. ഇപ്പോൾ റിവേഴ്സ്, ന്യൂട്രൽ, സിറ്റി, പവർ എന്നുള്ളതാണ് ഈ ഒരു കാര്യം. സിറ്റി പവർ, അത് ഡ്രൈവ് ഇല്ല, സിറ്റി പവർ, ഒന്നുകിൽ സിറ്റി അല്ലെങ്കിൽ പവർ. ഇതാണ് ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോഴേ നമുക്കെല്ലാം വിശദമായി കാണാം. ഈ സൺവൈസറുകളുണ്ട്, പിന്നെ ഇവിടെ ഗ്ലാസ് കാണാം, ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വലിയ സീറ്റാണ്, 3 പേർക്ക് ഇരിക്കാം. ഇവിടെ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് 3 പേർക്ക് ഇരിക്കാവുന്ന ഒരു കാര്യമായിട്ട് സീറ്റിനെ കാണാം. ഹാൻഡ് ബ്രേക്ക്, പുഷ് ടൈപ്പ് ഹാൻഡ് ബ്രേക്ക് കാണുന്നുണ്ട്. പിന്നെ ഈ ക്ലസ്റ്ററിൽ SOC ചാർജിങ് കാണാം. കൂടാതെ എന്തുമാത്രം ഹീറ്റായിട്ടുണ്ട് മോട്ടറുള്ള കാര്യം കാണാം. പിന്നെ ഓഡോ, ട്രിപ്പ്, റേഞ്ച് കാര്യങ്ങൾ കാണുന്നുണ്ട്. കൂടാതെ ബാറ്ററി എടുക്കുന്ന വോൾട്ടും കാണാം. അപ്പോൾ പ്രസ് ബ്രേക്ക് ടു ഷിഫ്റ്റ് കാണാം, സ്പീഡോ മീറ്റർ കാണാം. ലളിതം സുന്ദരമായിട്ടുള്ള ഒരു സ്പീഡോ മീറ്ററാണിത്. മോണ്ട്രയുടെ ലോഗോ ഉള്ള ഈ സ്റ്റിയറിംഗ് വീലുണ്ട്. ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഇവിടെ കൊടുത്തുള്ള ഗോൾഫ് ബോളിൻ്റെ പാറ്റേൺ കൊള്ളാം. ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു സംഗതി കാണാം. ഇത് വണ്ടി ഓണായി കഴിഞ്ഞാൽ ഇത് സ്റ്റിയറിങ്ങിൻ്റെ ഫീൽ നമുക്ക് കിട്ടും. വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഇലക്ട്രിക് പൊസിഷനാണ് ഓടിക്കുമ്പോൾ കൂടുതൽ പറയാം. പിന്നെ ഇതിൻ്റെ സ്റ്റാക്കുകളൊക്കെ തന്നെയും അത്യാവശ്യം ഒരു കാറ് പോലെ തോന്നിച്ചു. വൈപ്പറൊക്കെ നമ്മുടെ കണ്ണിലുണ്ട്. പിന്നെ ഇരിക്കുന്ന ഹെഡ് റൂം ആണെങ്കിലും ലെഗ് റൂം ആണെങ്കിലും നല്ലതാണ്, കംഫർട്ടായിട്ട് കുറേ ദൂരം ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി എന്ന് ലളിതമായിട്ട് പറയാം. ഇതാണ് ഇതിൻ്റെ കീ എന്ന് പറയുന്നത്. മോണ്ട്രയുടെ ലോഗോ ഒരു കീക്കകത്തും വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലെറ്ററിങ്ങും ഇവിടെ ആ ഒരു ലോഗോയും കാണാം. ഓക്കെ, അപ്പോൾ ഇനി ഈ വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ടെന്നുള്ള പറയാനുള്ളത്. അതായത് ഇരിക്കാൻ കൊള്ളാം, ഇതിൻ്റെ സീറ്റിംഗ് കൊള്ളാം, ഇതിൻ്റെ ആ ഒരു വലിപ്പം കൂടുതലാണ്, ഇതിൻ്റെ പവർ ടോർക്ക് നമ്മൾ കേട്ടു. ഇനി ഓടിക്കാൻ എങ്ങനെയാണ് അറിയേണ്ടത്, അത് നമുക്ക് വേണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ പറയാം. ഇലക്ട്രിക് വണ്ടികൾ സത്യത്തിലേ പണി വളരെ കുറച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കൊമേഴ്ഷ്യൽ വെഹിക്കിളാണ് ഓടിക്കുന്നതൊക്കെ പറയുമ്പോഴേ അത് പറഞ്ഞറിയിക്കണം. ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് നോക്കിയേ, സിമ്പിളായിട്ട് ഞാൻ വടം തിരിച്ചെടുത്ത്. ഇതിൻ്റെ സ്റ്റിയറിങ് ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആണ്, അതായത് ലൈറ്റ് ആണെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് വെറുതെ. ഇപ്പോൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഓടിക്കുമ്പോൾ നമുക്ക് അറിയാം, ലൈറ്റായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്, ഓടിക്കാൻ എഫേർട്ടില്ല. ഇപ്പോൾ ഒരു 2 ടൺ വരെയൊക്കെ വെയിറ്റ് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിലേ വണ്ടി ഓടിക്കാനായിട്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. അതായത് ഇൻസ്റ്റൻറ്റൻസ് ആയിട്ടുള്ള ടോർക്കാണ് ഈ വണ്ടിക്ക്. 300 Nm ഉണ്ട്. അപ്പോൾ പവർ മോഡ് എന്ന് പറഞ്ഞ മോഡിൽ ഇട്ടാലോ, ആയിവാ 80 കിലോമീറ്ററിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ 80 കിലോമീറ്റർ പുഷ്പം പോലെ എത്തുക. ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്ന പറയുമ്പോൾ വെറുതെ അല്ല കേട്ടോ. C സിമ്പിളാട്ടോ. അതായത് ആ ഷിഫ്റ്റ് നല്ല റെസ്പോൺസീവ് ആണേ. എനിക്കിതിൻ്റെ സ്റ്റിയറിംഗ് ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ ഡ്രൈവബിലിറ്റിയും ഇഷ്ടപ്പെട്ടു. 2 കാര്യമായിട്ട് പറയാം. പിന്നെ മിററുകളൊക്കെ അത്യാവശ്യം നല്ല കാഴ്ച തരുന്നുണ്ട്. ടേണിംഗ് റേഡിയസ് നല്ലതാണ്. നമ്മൾ ഓടിക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിളാണെന്നുള്ളതേ അങ്ങനെ പെട്ടെന്ന് നമുക്ക് തോന്നില്ല. കാലുകൊടുത്താൽ കയറിപ്പൂജി. എനിക്ക് തോന്നുന്നു 80 കിലോവാട്ട് എന്ന് പറയുമ്പോൾ 110 HP എന്ന് പറയുന്നത് ഈ വണ്ടിക്ക് പര്യാപ്തമായ പവറാണ്. 300 Nm എന്ന് പറയുന്നത് 1.7 ടൺ കയറ്റാനായിട്ട് പറ്റിയ ടോർക്കുമാണ്. അപ്പോൾ ലോഡ് കയറ്റി ഓടിച്ചില്ലെങ്കിൽ നമുക്കത് പറയാൻ പറ്റും. കാരണം അതിൻ്റെ റിയർ വീൽ ഡ്രൈവ് മോട്ടർ എന്ന് വെച്ചാൽ മോട്ടർ എന്നാണ് റിയർ വീൽ ഡ്രൈവ് അറിയാലോ, ഇത് ഇലക്ട്രിക്കാണ്. ആ താഴെ വെച്ചിട്ടുള്ള ബാറ്ററി, ഇതിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം വെച്ചിട്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് ലോഡ് കാര്യം ഒരു വണ്ടിയാണ്. ആ കാര്യം ഉറപ്പായിട്ടും പറയാം. ഇപ്പോൾ ഒരു കമ്പനി ഒരു പുതുതായിട്ടൊരു
വണ്ടി ഇറക്കുമ്പോൾ, ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഇറക്കുമ്പോൾ അതിന് മിനിമം വേണ്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ ഡ്രൈവബിലിറ്റിയൊക്കെയാണ്. ആ 2 കാര്യങ്ങളും സോർട്ടായിട്ടൊരു വണ്ടിയാണെന്ന് തോന്നി. അതായത് വലിയ ക്യാബിനാണ്, ഫീൽ റിലാക്സ്ഡ്, പിന്നെ നമ്മൾ ഇരുന്ന് ഓടിക്കുമ്പോൾ നമുക്ക് വലിയ എഫേർട്ടൊന്നുമില്ല. നമ്മുടെ വണ്ടിയിൽ എ സിയുള്ള മോഡൽ എടുക്കണം, എ സിയുള്ള മോഡലാണ് കുറച്ചുകൂടി കംഫർട്ട് ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നല്ല കാഴ്ച വരുന്നുണ്ട്, വിസിബിലിറ്റി ഒക്കെ പക്കയാണ്. അപ്പോൾ നമ്മൾ ഒരു കാർ ഓടിക്കുന്ന ആൾക്ക് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന പറ്റിയൊരു വണ്ടി എന്ന നിലയ്ക്കാണ് ഈ ഒരു മോണ്ടയുടെ വണ്ടി ഞാൻ കാണുന്നത്. ഓക്കെ, ഒന്ന് കാല് കൊടുത്താലോ ഒന്നുകൂടി. ഈ കാല് കൊടുക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ആണ്. ഇതിൻ്റെ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് എഫിഷ്യൻ്റ് ആണ്, എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. കൂടാതെ നമ്മൾ കാലെടുക്കുമ്പോൾ ഒരു ചെറിയ റീജനൊക്കെ തോന്നി, അതൊക്കെ നല്ല കാര്യമാണ്. ഇപ്പോൾ റീജൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കണ്ടില്ല, പക്ഷേ റീജനറേഷൻ ഉണ്ട് ഇലക്ട്രിക് ആയതുകൊണ്ട്. പിന്നെ സൗണ്ട് ലഹളി ഇല്ലാത്തതുകൊണ്ടേ നമുക്ക് ഭയങ്കര സുഖമാണ്. എന്ന് വെച്ചാൽ വണ്ടിയുടെ എഞ്ചിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുക, വലിപ്പിച്ച സൗണ്ട് കേൾക്കുക. NVH ഒക്കെ അറിയാമല്ലോ, കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ കാര്യം. ഈ NVH ഒക്കെ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ സാധനം ഇങ്ങനെ ഓടിച്ചുകൊണ്ടൊക്കെയല്ലേ, അപ്പോൾ ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കത് അരോചകമായിട്ട് തോന്നും, അല്ലെങ്കിൽ നമുക്ക് ചെവിക്ക് പ്രശ്നമാണ്, അല്ലെങ്കിൽ ശരീരത്തിന് മൊത്തം ക്ഷീണമായിട്ട് തോന്നുന്നത് സൗണ്ടും കൂടിയിടാം. അപ്പോൾ ഇലക്ട്രിക്കിൻ്റെ ഒരു കാര്യം നമ്മൾ സൗണ്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് ഓടിക്കാൻ രസമാണ്. ഇപ്പോൾ ഓടിക്കാൻ രസം എന്ന് പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ വീണ്ടും പറയുന്ന രസത്തിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഫൺ ഫാക്ടറിനെയൊക്കെ കൂടുതലേ ഈസിനെസ് ആണ്. അതായത് മനുഷ്യൻ്റെ എഫേർട്ട് ശരിക്കും കുറഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചാവി വെറുതെ ഓണാക്കി തന്നെ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പവർ സ്റ്റിയറിംഗിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു എഫേർട്ടും ഇല്ല. അപ്പോൾ ലോഡ് കയറിയാലും ഇങ്ങനെ തന്നെ ആയിരിക്കും. ആ വീലുകളും ആ ലീഫ് സ്പ്രിങ്ങിൻ്റെ സസ്പെൻഷനും എല്ലാം കൂടി ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ സ്വഭാവമുണ്ട്. അല്ലാണ്ട് ഫ്രണ്ട് ഒരു മക്വേഷൻ ആക്കിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല, എല്ലാം ലീഫാണ്. അപ്പോൾ റോബസ്റ്റാണ് ഇത്, ഓടിക്കാൻ രസമുള്ള വണ്ടിയാണ് ഇത്, ലോഡ് കയറ്റാൻ പറ്റും, ഇതിനകത്ത് ഗുണങ്ങളാണ് കൂടുതൽ. അപ്പോൾ എന്തായാലും 16 ലക്ഷം രൂപ എക്സ്ഷോറൂം പ്രൈസിൽ ഇലക്ട്രിക് വണ്ടി വാങ്ങാൻ നോക്കുകയാണെങ്കിലേ എനിക്ക് തോന്നുന്നു 5,000 GST അപ്പോൾ അത് കൊണ്ട് തന്നെ പെട്രോൾ ഡീസൽ വണ്ടികൾക്ക് വന്ന പോലെ അത്രയും ഭീകരമായിട്ട് വ്യത്യാസം വന്നിട്ടില്ല. എന്നാലും ഈ വണ്ടിയുടെ പ്രൈസും അത്യാവശ്യം ആകർഷകമായിട്ട് തോന്നി. ഈ ഇലക്ട്രിക് ട്രക്ക് ഇപ്പോൾ കേരളത്തിൽ അവൈലബിളാ. ഇത് വാങ്ങാനായിട്ട് ഓട്ടോബാൻ വോൾട്ടിഗോ എന്ന് പറഞ്ഞ ഡീലർഷിപ്പിലാണ് പോകേണ്ടത്. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവിനും അല്ലെങ്കിൽ വണ്ടിയുടെ വിലയ്ക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, വിളിച്ചു പോയിക്കോളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതുവരെയും നന്ദി. കല കൊടുത്തുകൊണ്ട് നമസ്കാരം.